നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു ചിരങ്ങ എടുത്തിട്ട് അങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ക്ലീൻ ആക്കിയിട്ട് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലീൻ ആക്കിയതിന് ശേഷം 1/4 കിലോ ആണ് ചിരങ്ങാണ് ആവശ്യം. പിന്നെ ആവശ്യമുള്ളത് പരിപ്പാണ്, തൂവരപ്പരിപ്പാണിത്. ഇത് 1/3 കപ്പാണ്. ഇത് 1 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യമുള്ളത് പുളിവെള്ളമാണ്. ഇത് 1/4 കപ്പാണ്. 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഇത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നടുവെന്ന് ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് തേങ്ങയാണ്. തേങ്ങ 3/4 കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമുള്ളത് ജീരകം, ചെറിയ ജീരകം 1 ടീസ്പൂൺ. പിന്നെ ആവശ്യമുള്ളത് 4-5 ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളയുടെ ഒരു ചെറിയ കഷ്ണം ഇട്ടാലും മതി. പിന്നെ താളിക്കാനായിട്ട് 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, 2 ചുവന്ന മുളക് ഉണക്കിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കരിവേപ്പില. അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ട് ഇതിലേക്ക് പരിപ്പ് സോക്ക് ചെയ്ത് വെച്ച വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മഞ്ഞളും മുളക്, ഉപ്പ്, ചുവന്ന മുളക് പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതോടൊപ്പം തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആദ്യം 1 കപ്പ് വെള്ളം പരിപ്പ് സോക്ക് ചെയ്തത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 1 കപ്പും 1/2 കപ്പ് ഉപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വരുന്ന വരെ പരിപ്പ് വേവിച്ചെടുക്കാം. പിന്നെ ആവി പോയിട്ട് വേണം നമുക്ക് ഇത് തുറക്കാൻ. വല്ലാണ്ട് പരിപ്പ് ഉടയാൻ ആവശ്യമില്ല. ഇത് അധികം ഉടയാതെ ഇരിക്കുകയാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് ഇത് ഉടയാൻ ആവശ്യമില്ല. അങ്ങനെ അത് 2 വിസിൽ അടുപ്പിച്ചിട്ട് നമ്മൾ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. അധികം ഉടയാൻ പാടില്ല. അപ്പോൾ അതാ ഇങ്ങനെയാണ് വേവിച്ചെടുത്തത്. നമ്മളിതിങ്ങനെ ഇനി ഇളക്കിയിട്ട് ഉടക്കൊന്നും വേണ്ട. ഇത്രേ ഉള്ളൂ വേവാൻ പറ്റിയത്. ഇനി ഇതിലേക്ക് നമുക്ക് ചിരങ്ങ ഇട്ട് കൊടുക്കാം, ചിരങ്ങ ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇനി നമുക്ക് ചിരങ്ങ വേവിച്ചെടുക്കേണ്ടതാണ്. ചിരങ്ങ ഒന്ന് തിളക്കണ വരെ ഇങ്ങനെ മൂടി വെക്കണം. തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ തുറന്ന് വെക്കണം. അല്ലെങ്കിൽ ഇതിലുള്ള വെള്ളമൊക്കെ ഒഴുകിപ്പോവും, പുറത്തേക്ക് വരും. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. ഇനി ഇത് തുറന്നിട്ടിട്ട് കുറച്ച് നേരം ചിരങ്ങ വേവണ വരെ വേവിച്ചെടുക്കാം. ചിരങ്ങ വേവണ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഇതിനായിട്ടൊരു മിക്സർ ജാറിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ പാകം തേങ്ങ മുങ്ങണ വരെ, തേങ്ങൻ്റെ ഒപ്പം വരെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ആ തേങ്ങ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ചിരങ്ങ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കാം. തേങ്ങൻ്റെ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതോടൊപ്പം തന്നെ പുളിവെള്ളവും ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിക്സർ ജാറിലുണ്ടായിരുന്ന തേങ്ങയൊക്കെ എടുത്തിട്ട് അതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് തോന്നി കുറവ്, അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളക്കണ വരെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മളെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് താളിച്ചെടുക്കാം. കറി താളിക്കാനായിട്ട് ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വേപ്പിൻ്റെ ഇലയും ചുവന്ന മുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് സെർവ് ചെയ്യാം. നമ്മളെ ചിരങ്ങ പരിപ്പ് കറി റെഡിയാണ്. നമ്മളെ തനി നാടൻ ചിരങ്ങ പരിപ്പ് കറി റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്, സിമ്പിളാണ്. ചോറിനോ കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ എന്നിട്ട് അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.